കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനം ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്നും മാലക്കഴകം ആചാരപരമായ പ്രവൃത്തിയാണോ എന്ന് സിവിൽ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രിമാർ രംഗത്ത്. 5 തന്ത്രി കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേവസ്വത്തിന് കത്ത് നൽകിയിട്ടുള്ളത്. കഴകം തസ്തികയിലുള്ള ഏതൊരു നിയമനവും ക്ഷേത്രത്തിന്റെ ആചാരവും പാരമ്പര്യവും അനുസരിച്ചും നിയമപരമായ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കണമെന്നുമാണ് ചട്ടം. മാലക്കഴകം ക്ഷേത്രത്തിന്റെ മതപരമായ കാര്യങ്ങളുടെ ഭാഗമാണ്. ക്ഷേത്രത്തിന്റെ പ്രത്യേകമായ ആചാരപരമായ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് മാലക്കഴകം നടത്തുന്നത്. ദേവന്റെ ചൈതന്യം നിലനിർത്തുന്നതിന് ആ നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും വ്യതിയാനം താന്ത്രിക നിയമങ്ങളുടെ ലംഘനത്തിലേക്ക് നയിക്കുമെന്നും അതിന് പരിഹാരക്രിയകൾ ആവശ്യമാണ്. അതിനാൽ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനും അന്തസ്സിനും നഷ്ടവും നാശവും ഉണ്ടാക്കുന്ന ഈ പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം കണ്ടെത്തുന്നതിന് തന്ത്രിമാരടക്കമുള്ളവരുമായി ചർച്ച നടത്താൻ ദേവസ്വം തയ്യാറാകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ശരിയായ നിർവഹണം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും നിയമപരമായ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. വിധിന്യായത്തിൽ കഴകത്തിന്റെ പ്രവർത്തനങ്ങൾ മതപരമായ ഒന്നാണെങ്കിൽ നിയമത്തിലെ സെക്ഷൻ 19 അനുസരിച്ച് ക്ഷേത്ര തന്ത്രി അംഗമായ ഒരു കമ്മിറ്റിക്ക് മാത്രമേ നിയമനം നടത്താൻ കഴിയൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിയമത്തിലെ സെക്ഷൻ 35 പ്രകാരവും സുപ്രീം കോടതിയുടെയും ഈ കോടതിയുടെയും വിധിന്യായങ്ങളിൽ മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ അന്തിമ അധികാരി തന്ത്രിയായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിടുക്കത്തിലുള്ള ഈ നടപടി ക്ഷേത്ര നിയമങ്ങളുടെയും നിയമപരമായ വ്യവസ്ഥകളുടെയും ഹൈക്കോടതി വിധിയുടെയും ലംഘനമാകുമെന്നും കത്തിൽ പറയുന്നു. കോടതി വിധിയുടെ അന്തസത്ത മനസ്സിലാക്കാതെയാണ് നിയമന നടപടിയുമായി മുന്നോട്ടു പോയതെന്നും ഇത് പുനരാലോചിക്കണമെന്നും തന്ത്രിമാർ ആവശ്യപ്പെട്ടു.